സ്ഥിരമായി വാഹനങ്ങൾ ഓടിക്കുന്ന നമുക്ക് ഏറ്റവും സുപരിചിതമായ പദവും ടെക്നോളജിയുമാണ് ഗിയർ. കൂടുതൽ പവർ ആവശ്യമുള്ളപ്പോൾ ഗിയർ താഴ്ത്തുക, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഗിയർ ഉയർത്തുക എന്നതൊക്കെ നാം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓട്ടോമാറ്റിക് വാഹനങ്ങളിലാണെങ്കിൽ ഈ പ്രക്രിയയെല്ലാം തനിയെ നടക്കും. എന്നാൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ സയൻസ് എന്ന് നമുക്കൊന്നറിയണ്ടേ? വാഹന മെക്കാനിക്കുകൾക്കും എഞ്ചിനീയർമാർക്കും ഇതെല്ലാം നന്നായി അറിയുന്നുണ്ടാകാം. പക്ഷേ ഇതൊന്നുമല്ലാത്ത സാധാരണക്കാർക്കും തൻ്റെ വാഹനത്തിനുള്ളിൽ നടക്കുന്ന ഈ പ്രക്രിയയുടെ സയൻസ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ, റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗിയർ എന്നതിൻ്റെ ഡിക്ഷണറി മീനിങ് ഉപകരണം എന്നാണ്. കുറച്ചുകൂടി സ്പെസിഫിക്കായി പറഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണം എന്നും പറയാം. നാം ടെക്നോളജികളുടെയും മെഷീനുകളുടെയും സഹായം തേടുന്നത് എന്തിനാണ്? നാം നിത്യേന ചെയ്യുന്ന ജോലികളെ എളുപ്പമാക്കാനും അനായാസമാക്കാനും. ശരിയല്ലേ? എങ്ങനെയാണ് ഒരു മെഷീൻ അഥവാ യന്ത്രം നമ്മുടെ ജോലികൾ അനായാസമാക്കുന്നത്? ചില സയൻറ്റിഫിക് പ്രിൻസിപ്പിളുകളെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട്. ശരിക്കും യന്ത്രം എന്നത് പ്രകൃതിയിലുള്ളതല്ല. ഇത് പ്രകൃതിയിലെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന് അമ്പും വില്ലും. മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ യന്ത്രം അമ്പും വില്ലുമാണ്. ഒരമ്പ് വെറും കൈകൊണ്ട് എറിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ ശക്തി ഒരു വില്ലിൻ്റെ ഞാണിൽ തൊടുക്കുമ്പോൾ ലഭിക്കും. വലിച്ചു കെട്ടിയ ഞാണിലുള്ള ഊർജം കൂടി ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. തൊട്ടിയും കയറും വെറുതെ വെള്ളത്തിലിട്ട് എടുത്തുയർത്തുന്നതിനേക്കാൾ എത്രയോ അനായാസമായി ഒരു കപ്പിയിൽ കൂടി കോർത്തു വലിച്ചാൽ ലഭിക്കും. ഈ തത്വമാണ് ഗിയറിൽ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം കുറച്ച് ദൂരെ നിന്ന് അതുമായി ബന്ധിപ്പിച്ച മറ്റൊരു വസ്തുവിലൂടെ ചെലുത്തുമ്പോൾ അവിടെ നാം കൊടുക്കുന്ന ബലവും ആ ദൂരവും ചേർന്ന് വലിയൊരു ബലമായി മാറുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കതകിൻ്റെ വിജാഗിരിയുടെ തൊട്ടടുത്ത് ബലം കൊടുത്ത് നാം വാതിൽ തുറക്കാനോ അടയ്ക്കാനോ ശ്രമിക്കുന്നതും വാതിലിൻ്റെ സ്വതന്ത്രമായ അഗ്രത്ത് പിടിച്ച് അടയ്ക്കാൻ ശ്രമിക്കുന്നതും നോക്കിയാൽ ഏതാണ് എളുപ്പം? വാതിലിൻ്റെ അഗ്രത്ത് ചെറിയ ബലം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് വാതിലിൻ്റെ പിടിയൊക്കെ അതിൻ്റെ സ്വതന്ത്രമായ അറ്റത്താണ് വെക്കുക. ഒരു സ്ക്രൂ അഴിച്ചെടുക്കാൻ നീളമുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നതും വാഹനങ്ങളുടെ ടയർ അഴിച്ചെടുക്കാൻ നീളമുള്ള സ്പാനറും കമ്പിയും മറ്റും ഉപയോഗിക്കുന്നതും ഇതുകൊണ്ടാണ്. ബലം പ്രയോഗിക്കപ്പെടേണ്ട ഭാഗവും പ്രയോഗിക്കുന്ന ഭാഗവും തമ്മിൽ എത്രത്തോളം ദൂരമുണ്ടോ അത്രയും കുറച്ച് ബലം കൊടുത്താൽ മതിയാകും. ആ ദൂരമാണ് ഇവിടെ പ്രധാനം. ഒരു കപ്പി ഉപയോഗിച്ച് വെള്ളം കോരാൻ എളുപ്പമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ പിടിക്കുന്ന കയറിൻ്റെ ഭാഗവും തൊട്ടിയും തമ്മിലുള്ള ദൂരം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ നീളം കൂട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. തീർച്ചയായും ഒന്നിന് പകരം 2 കപ്പി ഉപയോഗിച്ചാൽ മതി. 4 കപ്പി ഉപയോഗിച്ചാൽ വീണ്ടും എളുപ്പമാകും. അങ്ങനെ കപ്പികളുടെ എണ്ണം കൂടുന്തോറും ജോലി എളുപ്പമാകും. പല വലിപ്പത്തിലുള്ള കപ്പികൾ ഉപയോഗിച്ചാൽ വീണ്ടും എളുപ്പമാകും. വർക്ക്ഷോപ്പുകളിലും ഇൻഡസ്ട്രികളിലുമുള്ള ചെയിൻ ബ്ലോക്കുകൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ചങ്ങലയുടെ ഒരറ്റം ഉയർത്തേണ്ട ഭാരത്തിൽ കൊളുത്തി മറ്റേ അഗ്രം വെറുതെ പിടിച്ചു വലിച്ചാൽ വലിയ എഞ്ചിനുകൾ ഒരു കൊച്ചു കുട്ടിക്ക് പോലും അനായാസമായി ഉയർത്താൻ കഴിയും. ഇവിടെ ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊരു വസ്തുത കൂടിയുണ്ട്. പ്രപഞ്ചത്തിലെ ആകെ ഊർജം നശിക്കുന്നുമില്ല, പുതുതായി ഉണ്ടാകുന്നുമില്ല. പകരം ഒന്ന് മറ്റൊന്നായി മാറുകയാണ് ചെയ്യുന്നത് എന്നതാണിത്. നാം കൊടുക്കുന്ന ചെറിയ എഫർട്ട് വലിയ ഭാരത്തെ എങ്ങനെ ഉയർത്തുന്നു എന്നതൊരു വിഷയമാണല്ലോ. ഇവിടെ ശ്രദ്ധിക്കൂ. നമുക്ക് ഒരു കപ്പിയുടെയും കയറിൻ്റെയും ഉദാഹരണം തന്നെ എടുക്കാം. ഇതൊരു കപ്പി അവിടെ ഒരു കൊളുത്തിയിട്ടിരിക്കുന്നു. ഒരു വസ്തു ഇതിനൊരു 100 കിലോഗ്രാം ഉണ്ടെന്ന് കരുതുക. ഇത് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ 100 കിലോഗ്രാം ഉയർത്താൻ 1 കിലോ ന്യൂട്ടൺ എന്ന ഒരു കണക്കുണ്ട്. അതായത് ഈ 100 കിലോഗ്രാം എന്നുള്ളത് അതിൻ്റെ മാസ്, മെഷർ ഓഫ് മാറ്റർ എത്രയുണ്ടെന്നുള്ളതും, ഈ കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇത് ഉയർത്താൻ ആവശ്യമായ അല്ലെങ്കിൽ ഇത് അനക്കാൻ ആവശ്യമായ ബലവുമാണത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ
ഇത്രയും തന്നെ, അതായത് ഈ 100 കിലോഗ്രാം നമ്മൾ വലിച്ചുയർത്തണമെങ്കിൽ അത്രയും തന്നെ വേണം. എന്നാൽ ഇതൊന്ന് നേരെ തിരിച്ചാൽ കളിയെന്ന് മാറും. മനസ്സിലായോ? ഈ കപ്പി ഇതാ കപ്പി, അതിൽ നിന്നൊരു കൊളുത്ത് ഇതിൽ ഈ പറഞ്ഞ 100 കിലോഗ്രാം തൂക്കിയിട്ടിരിക്കുന്നു. 100 കിലോഗ്രാം. ഇവിടെ നിന്നൊരു കയർ, അത് ഈ കപ്പിയിലൂടെ ചുറ്റി ഇവിടേക്ക് വരുന്നു. ഈ കയർ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇവിടെ 1 കിലോ ന്യൂട്ടൺ വേണമല്ലോ. ഈ ഭാരം കൊടുക്കുന്ന 1 കിലോ ന്യൂട്ടൺ എന്നുള്ളത് ഈ കയറിൻ്റെ 2 ഭാഗത്തേക്കായി സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഒരു 0.5 കിലോ ന്യൂട്ടൺ ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും ഒരു 0.5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചാൽ നേരെ വലിക്കുന്നതിൻ്റെ പകുതി ബലം മതിയാകും. ഇത് ഇവിടെ വേറൊരു കപ്പിൽ ഉറപ്പിച്ചാൽ വളരെ എളുപ്പമായി 0.5 കിലോ ന്യൂട്ടൺ നമ്മൾ താഴേക്ക് പ്രയോഗിച്ചാൽ ഈ 100 കിലോഗ്രാം ഭാരം നേരെ ഉയർത്തുന്നതിൻ്റെ പകുതി എഫേർട്ട് കൊണ്ട് ഉയർത്താൻ കഴിയും. ഇത് വീണ്ടും ഇത് കൂട്ടുന്നു എന്നിരിക്കട്ടെ. ഇവിടെ ഒരു കപ്പി, ഇവിടെയും ഒരു കപ്പി. ഈ 0.5 എന്നുള്ള കാര്യം, ഇവിടെ ഈ 1 കിലോ ന്യൂട്ടൺ എന്നുള്ളത് പല ഭാഗത്തായിട്ട് ചിതറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മൾ വളരെ ഒരു 0.25 കിലോ ന്യൂട്ടൺ മതിയാകും. ഈ കപ്പി കയർ സിസ്റ്റം, അതിൽ ഈ കപ്പികളുടെ എണ്ണം കൂട്ടുന്തോറും, ഈ രീതിയിൽ കൂട്ടുന്തോറും നമ്മൾ ഇവിടെ വളരെ ചെറിയ ബലം കൊടുത്താൽ മതിയാകും. അതുകൊണ്ടാണ് ഈ ചെയിൻ ബ്ലോക്കൊക്കെ ഉപയോഗിക്കുമ്പം വലിയ ഒരു വാഹനം അങ്ങനെ തന്നെ നമുക്ക് വെറുതെ ചങ്ങല അതിൻ്റെ ഒരറ്റത്ത് പിടിച്ച് വലിച്ചാൽ മാത്രം മതി അത് ഇങ്ങനെ ഉയർന്നു വരുന്നതിൻ്റെ കാരണം ഇതാണ്. ഇത് ഒരു ഗിയർ സിസ്റ്റമാണ്. ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സിലും ഇതേപോലെയുള്ള ഒരുപാട് ചക്രങ്ങളുണ്ട്. അത് പല കോമ്പിനേഷനുകളിൽ കൂട്ടുകയും കുറയ്ക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് മാക്സിമം പ്രയോജനം അതിൻ്റെ ലഭിക്കുക. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. ഇതിന് നീളം കൂടുന്തോറും എന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളൊക്കെ ഈ പാർക്കുകളിലൊക്കെ സീസോ കണ്ടിട്ടില്ലേ? കുട്ടികൾ ഒരു നീളമുള്ള പലകയുടെ അറ്റത്ത് ഇരുന്നിങ്ങനെ ആടുന്നത്. അതിനിങ്ങനെ ഒരു ഫൾക്രം ആവശ്യമാണ്. ഇവിടെ ഇതൊരു പലക. ഇവിടെ നമ്മൾ ഒരു 100 കിലോഗ്രാം വെക്കുന്നു. ഇതൊന്ന് താഴ്ത്തണമെങ്കിൽ, ഇതിൻ്റെ ഒത്ത നടുക്കാണെങ്കിൽ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ 100 കിലോഗ്രാമിന് തുല്യമായ 1 കിലോ ന്യൂട്ടൺ പ്രയോഗിക്കണം. വേണ്ടേ? എന്നാൽ ഈ ഫൾക്രം ഇവിടേക്ക് മാറ്റിയാലോ? ഇത് നമുക്ക് ഇതിൻ്റെ പകുതി ബലത്തിൽ 0.5 നമുക്ക് നമ്മുടെ അനുഭവമാണതൊക്കെ അല്ലേ? എത്രത്തോളം ദൂരെ വളരെ ആ ലിവറിൻ്റെ നീളം എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അറ്റത്ത് നിന്ന് നമുക്ക് പരമാവധി ആ ഭാരം ഉയർത്താൻ കഴിയും. ഇവിടെ ഈ അറ്റത്ത് ചെറിയ ബലം കൊടുത്തുകൊണ്ട്. ഇത് പണ്ട് ആർക്കിമിഡീസ് ഒരു വലിയ തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പിച്ച് നിർത്താൻ ഒരു സ്ഥലവും നീളമുള്ള ഒരു ദണ്ടും തരൂ, ഞാൻ ഭൂമിയെ ഇളക്കി മാറ്റി വയ്ക്കാം. അത് പ്രായോഗികമായി ഒന്നും നടക്കില്ല, പക്ഷേ സയൻറ്റിഫിക്കലി ആ ഒരു ഐഡിയ മനസ്സിലാകാൻ നമുക്ക് ഈ കഥ വളരെ പ്രയോജനപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പറഞ്ഞല്ലോ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന്. ഒരു ചെറിയ എഫേർട്ട് വലിയ എഫേർട്ടായി മാറുകയാണെങ്കിൽ അവിടെ ആ ഒരു എനർജി ബാലൻസ് വരില്ലല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഈ പറഞ്ഞ ഒരു ലിവർ സംവിധാനം ഇവിടെ ഒരു 100 കിലോഗ്രാം ഇരിക്കുന്നു. ഇതൊന്നും മൂവ് ചെയ്യണമെങ്കിൽ, ഇത് നമുക്ക് ഉയർത്തണമെങ്കിൽ, ഇത്രയും ഉയർത്തണമെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗം താഴ്ത്തിയാലേ ഇവിടെ ഇത്രയും ഭാഗം ഉയരുകയുള്ളൂ. അതായത് ഒരടി ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 അടി താഴ്ത്തണം. അതായത് എങ്കിൽ മാത്രമേ ഈ അറ്റത്തൊരു ചെറിയ മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു മൂവ്മെൻറ്റ് വരണം.
അതുപോലെ ഈ ചെയിൻ ബ്ലോക്കിൽ ഒരടി ആ സാധനം ഒന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ എത്ര സമയം താഴേക്ക് വലിക്കണം? അതായത് നമ്മൾ അവിടെ ഒരു വലിയൊരു എഫർട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെ അതിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂടെ ഈ ലെങ്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കപ്പിയുടെയും കയറിൻ്റെയും കാര്യം പറഞ്ഞല്ലോ ഇല്ലേ? ഇവിടെ ഈ ഒരു ഭാരം ഉയർത്തണമെങ്കിൽ ഈ 100 കിലോഗ്രാം എന്നുള്ളത് 1 കിലോ ന്യൂട്ടനായി ആ 1 കിലോ ന്യൂട്ടൺ ഇവിടെ രണ്ടായിട്ട് വിഭജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതായത് 1 കിലോ ന്യൂട്ടൺ അവിടെ ഉണ്ട്, പക്ഷേ അത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന എഫർട്ടിൻ്റെ ഒരു ഭാഗം മറുഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് നാം കൊടുക്കേണ്ട എഫർട്ട് കുറവാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ അകത്തെ ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കീപ്പ് ചെയ്യുന്നത്. അതായത് വലിയൊരു ഭാരം ഉയർത്തുമ്പോൾ ആ ഭാരം നീങ്ങുന്നതിനേക്കാൾ കൂടിയ ദൂരം ബലം പ്രയോഗിക്കുന്ന ഇടം നീങ്ങണം. എന്ന് വെച്ചാൽ ഒരു ഭാരം ഒരടി ഉയർത്തണമെങ്കിൽ നാം 4-5 അടി നീളത്തിൽ ആ ചങ്ങല വലിക്കണം. എന്ന് വെച്ചാൽ കൂടുതൽ ബലം ആവശ്യമുള്ളപ്പോൾ അവിടെ കൂടുതൽ ചക്രങ്ങളിലൂടെ ഊർജം കൂടുതൽ ദൂരം പോകണം. നമുക്കിനി വീഡിയോയുടെ പ്രധാന വിഷയമായ ഗിയർ സംവിധാനത്തിലേക്ക് വരാം. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലുമുള്ളത് പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളാണ്. അവ എപ്പോഴും ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ അഥവാ RPM റൊട്ടേഷൻ പെർ മിനിറ്റിൽ മാത്രമേ കറങ്ങുകയുള്ളൂ. എന്നാൽ ഒരു വാഹനം ആവശ്യത്തിന് നിർത്തണം, പതുക്കെയും സ്പീഡിലും ഒക്കെ ഓടിക്കണം. എന്നാൽ ഇതിനെല്ലാം വഴങ്ങുന്ന രീതിയിലല്ല എഞ്ചിനുള്ളത്. അപ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും നിർത്താനും ഓടിക്കാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം കഴിഞ്ഞാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ എഞ്ചിൻ്റെ ഈ പരിമിതിയെ മാറ്റി എഞ്ചിൻ നൽകുന്ന ഊർജത്തെ നമുക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ള സംവിധാനം വേണം. അതാണ് ഗിയർ സിസ്റ്റം. ഒരു ഗിയർ സിസ്റ്റത്തിൽ ഒരുപാട് പൽചക്രങ്ങളുണ്ട്. എഞ്ചിനിൽ നിന്ന് വരുന്ന ഊർജം ഈ പൽചക്രങ്ങളിലേക്ക് എത്തുന്നു. ഈ ചക്രങ്ങളിൽ നിന്ന് ഇവ വീലുകളിലേക്കും എത്തുന്നു. ഇതിനിടയിൽ ഈ പൽചക്രങ്ങളെ വിവിധ കോമ്പിനേഷനുകളിൽ ചേർക്കാനും മാറ്റാനും ഒക്കെ കഴിയും. ഒരു വാഹനത്തിന് ഏറ്റവും അധികം എനർജി എപ്പോഴാണ് വേണ്ടത്? വാഹനം നിർത്തിയിടത്തു നിന്നും എടുക്കുമ്പോൾ. അപ്പോൾ എഞ്ചിൻ ഷാഫ്റ്റിലൂടെ ഗിയർ സിസ്റ്റത്തിലേക്ക് എത്തുന്ന എനർജി മുഴുവൻ ചക്രങ്ങളിലൂടെയും കയറി ഇറങ്ങി പരമാവധി ദൂരം സഞ്ചരിച്ചാണ് വീലുകളിൽ എത്തുന്നത്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഊർജം സംഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതുമല്ല, എഞ്ചിൻ കറങ്ങുന്നതിനേക്കാൾ വളരെ ചെറിയ വേഗതയിലായിരിക്കും ഈ കൂടുതൽ എനർജി വീലുകളിലേക്ക് എത്തുക. അതായത് കൂടുതൽ എനർജി ചെറിയ വേഗതയിൽ വീലുകളിലേക്ക് എത്തുന്നു. അതുപയോഗിച്ച് വാഹനം നീങ്ങുന്നു. വാഹനം നീങ്ങിത്തുടങ്ങിയാൽ ഇത്രയും എനർജി ആവശ്യമില്ല. അപ്പോൾ ഗിയർ സിസ്റ്റത്തിലെ വീലുകളുടെ അലൈൻമെൻറ്റ് വീണ്ടും മാറ്റി കുറച്ചുകൂടി സ്പീഡിൽ കറങ്ങുന്നു. ഇങ്ങനെ സ്പീഡിനനുസരിച്ച് ഉയർത്തി ടോപ്പ് ഗിയറിൽ എത്തുമ്പോൾ എൻജിൻ കറങ്ങുന്ന അതേ സ്പീഡിൽ വീലും കറങ്ങുന്ന അവസ്ഥയിലെത്തും. ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ മാറ്റണമെങ്കിൽ പൽചക്രങ്ങൾ അകത്തണം. അതിനാണ് ക്ലച്ച്. ഈ ക്ലച്ച് അമർത്തുമ്പോൾ ഈ ചക്രങ്ങൾ സ്വതന്ത്രമാവുകയും നമുക്കിഷ്ടമുള്ള പൊസിഷനിലേക്ക് മാറ്റുകയും ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെറുതെ നിർത്തിയിടുമ്പോൾ എൻജിൻ കറങ്ങുകയും വാഹനം നീങ്ങാതിരിക്കുകയും വേണം. അപ്പോൾ ഗിയർ സിസ്റ്റത്തെ പൂർണ്ണമായും എൻജിനിൽ നിന്ന് വേർപെടുത്തി നിർത്തണം. അതാണ് ന്യൂട്രൽ. അതായത് സുഹൃത്തുക്കളെ, എൻജിനിൽ നിന്നുള്ള ഊർജം നമുക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു മീഡിയേറ്ററാണ് ഗിയർ. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലോ? അവിടെ കൃത്യമായി വാഹനത്തിൻ്റെ സ്പീഡും എൻജിൻ്റെ RPMഉം ജഡ്ജ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് വേണ്ടത് ചെയ്യാനുള്ള സെൻസറുകളും കമ്പ്യൂട്ടർ സംവിധാനവും ഉണ്ട്. അത് തനിയെ പ്രവർത്തിച്ചുകൊള്ളും. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലോ? നോക്കൂ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൃദയം എന്നത് ഒരു DC മോട്ടോറാണ്. മോട്ടോറിലേക്കുള്ള വൈദ്യുത സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അതിൻ്റെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഈ ഫാനിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും റെഗുലേറ്റർ ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളെ പോലെ അതൊരു മിനിമം സ്പീഡിലേ കറങ്ങുകയുള്ളൂ എന്നൊന്നും ഇല്ല. RPM 0 മുതൽ 1000 വരെ അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും.
അതുകൊണ്ട് തന്നെ മോട്ടോറിൽ നിന്നുള്ള എനർജി പൂർണ്ണമായി വീലുകളിലെത്തും. അവിടെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചവർക്കറിയാം, അതിൻ്റെ പിക്കപ്പ് വളരെ കൂടുതലാണ്. ആക്സിലറേറ്റർ ഒന്ന് തൊട്ടാൽ മതി വണ്ടി പറക്കും. മോട്ടോറിൽ നിന്നുള്ള എനർജി ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെയും ആവശ്യമില്ലാതെ നേരിട്ട് വീലുകളിൽ എത്തുന്നത് കൊണ്ടാണിത്. ഇക്കാരണം കൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗിയറും ഗിയർ ബോക്സും ക്ലച്ചും ഒന്നും വേണ്ട. അതൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മൂവിങ് പാർട്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുത വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ചെലവ് വളരെ കുറവുമാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.